ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റൈഡ് പോവാണ്. വേറൊരിടത്തോട്ടുമല്ല, സ്വന്തം വീട്ടിലോട്ട് തന്നെ. അതെ, ഓണത്തിൻ്റെ അവധിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം ടൈം ഓൾമോസ്റ്റ് 5:22 ആയി. അപ്പം ഇറങ്ങാം. അപ്പോൾ നമ്മളിപ്പം ഹൊസൂറിൽ നിന്നൊരു റൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കൃഷ്ണഗിരി ചാടാതെ പോകാനാണ്. ഇത്ര നേരം നല്ല തിരക്കും അതുപോലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. ചാറ്റലെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ജസ്റ്റ് ഡ്രിസിലിങ് കണ്ടില്ലേ. അപ്പം നമ്മൾ ഈ റൂട്ടെന്ന് പറഞ്ഞാൽ രായക്കോട്ടെ ധർമ്മപുരി ചെല്ലുന്ന റൂട്ടാണ്. ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. മാപ്പിലത് കാണിച്ചുകൊണ്ട് അപ്പം പോവാം. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 6:15 കഴിഞ്ഞ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഈ വിൻഡ് മില്ലിൻ്റെ വിങ്സ് കൊണ്ടുപോകുന്ന വണ്ടികൾ കയറി ബ്ലോക്കായി കിടക്കുമായിരുന്നു ഒന്ന് രണ്ടിടത്ത്. അതിങ്ങനെ പ്രത്യേകിച്ച് ടോളിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒന്ന് രണ്ടിടത്ത് മറ്റേ ഫ്ലൈ ഓവർ പണിയുന്ന റോഡിലും ആ വലിയ വണ്ടി ആയതുകൊണ്ട് അത് കയറി ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. അതായാലും പോവാം. നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ റൂട്ടാണ് വരാറുള്ളത്, ധർമ്മപുരി വഴി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ഞാൻ പോയത് സേലം, അതായത് ഡയറക്റ്റ് ഹൈവേ കൂടെ ആയിരുന്നു. കൃഷ്ണഗിരി ചെന്നിട്ട് തിരിഞ്ഞായിരുന്നു പോയത്. ഇത് നമ്മൾ കൃഷ്ണഗിരിയിലോട്ടൊന്നും പോയിട്ടില്ല. ഈ ഹൈവേ കയറിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതിൽ കുറച്ചിടത്ത് ഹൈവേ മറ്റേ മെയിൻ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് നമ്മളതിങ്ങനെ ഈ ചെറിയൊരു വഴി കൂടെ കയറി വരേണ്ടി വരും. അത് കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്ററിനിടയ്ക്ക് എന്തോ ഉണ്ട്. അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ടൈം ഇതിലാണ് കുറവ് കാണിക്കുന്നത്. കാരണം ഇതാണ് തിരക്ക് കുറഞ്ഞ വഴി. ഇതിപ്പോൾ ഈ ചെറിയ വഴി ആയതുകൊണ്ടാണ്. അപ്പുറത്തൂടെ ഒരു ഹൈവേ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് KL വണ്ടികൾ കണ്ടു, ബൈക്ക് റൈഡേഴ്സ് കണ്ടില്ലേ, കുറച്ച് പേരുണ്ട് ആ ഗ്യാങ്ങിൽ. വണ്ടിയൊന്നുമില്ല. ഈ റൂട്ട് നമുക്ക് പാലക്കാട് റൂട്ട് കയറാം. അതേപോലെ നമുക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങോട്ട് വന്ന വഴിയാണ്, കുമളി തേനി. കാരണം നമുക്ക് പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ എന്തോ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ ബ്ലോക്ക് കിട്ടുമെന്ന് പറയുന്നു. അതൊക്കെ കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പുറത്തൂടെ പോകാമെന്ന്. മഴയുടെ റിസ്ക് ഇല്ലെങ്കിൽ മറ്റേ റൂട്ടാണ് നല്ലത്. സോ നമ്മൾ ആ ഹൈവേ കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ റൂട്ട് കാണാൻ, കണ്ടില്ലേ. ഇന്ന് പക്ഷേ ലഗേജ് ഇച്ചിരി ഹെവിയാണ്. കാരണം വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ലാപ്പുണ്ട്. കാരണം ഓണമൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ എടുത്തോണ്ട് വന്നതാണ്. സോ ബാക്ക് പാക്ക് ഇച്ചിരി ഹെവിയാണ്. നോർമലി റൈഡൊക്കെ പോകുമ്പോൾ അതിനകത്ത് അങ്ങനെ കാണാറില്ല. കുഴപ്പമില്ല. പിന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ റൂട്ട് കടകൾ കുറവാണ്. അതായത് ഇപ്പോൾ നമ്മൾ മറ്റേ മെയിൻ ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും സൈഡിൽ കടകൾ കാണും. എന്ന് വെച്ചാൽ നല്ല കടകൾ, ഈ ATV ശരണഭവനും അങ്ങനെ. പക്ഷേ ഈ റൂട്ട് അത്ര നല്ല കടകളൊന്നും കാണുന്നില്ല.
ഇത് നമ്മൾ ചെന്ന് അവസാനിക്കുന്ന മറ്റേ റോഡിലോട്ടാണ്. കാരണം ഇത് പണിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതിനി കംപ്ലീറ്റ് ആവാനുണ്ട് ഫുള്ള്. ആ ടോളിൻ്റെ ഭാഗമൊക്കെ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരു ശരവണഭവൻ കണ്ടിട്ട് ഇങ്ങോട്ട് കഴിക്കാൻ കയറുവാണ്. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡാണ്. നമ്മൾ ഈ മറ്റേ പ്രൈവറ്റ് ബസ്സിലൊക്കെ വരുമ്പം ഫുഡ് കഴിക്കുന്ന സ്പേസാണത്, നൈറ്റൊക്കെ വരുന്ന സമയത്ത്. അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയത്. നല്ല ഫുഡാണ്. ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ മോർണിംഗ് ഒക്കെ ജസ്റ്റ് പ്ലെയിൻ ദോശയും ചിലപ്പോൾ ഒരു കോഫിയും കൂടെ കുടിക്കും, അത്രയേ ഉള്ളൂ. അതാകുമ്പോൾ ഒരുപാട് ഹെവി ആവത്തുമില്ല, എന്നാൽ വിശപ്പും മാറും, അത്യാവശ്യം എനർജിയും കിട്ടുന്ന ഒരു ഫുഡാണ് പ്ലെയിൻ ദോശ. നമ്മളങ്ങനെ തോപ്പൂർ ഫോറസ്റ്റ് റൂട്ടിലാണ്. ഇങ്ങോട്ട് കയറിയെന്നറിയാൻ വേറൊന്നും വേണ്ട, ഈ ട്രക്കുകളുടെ മേളം കണ്ടാൽ മതി. ഈ ഗാർഡ് സെക്ഷനും കൂടെ ആയതുകൊണ്ട് ഇവിടെ ട്രക്കുകൾ എല്ലാ വരിയിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറി ഇറങ്ങിപ്പോകും. എൻ്റെ പഴയ ബ്ലോഗിലായാലും മറ്റ് ആരുടെ റൈഡ് ബ്ലോഗ് എടുത്താലും ഈ ഭാഗത്ത് വരുമ്പോൾ ഈ ട്രക്കുകൾ ഭയങ്കര ഇങ്ങനെ നിറഞ്ഞു പോകുന്ന കാണാം. അത് ഗാർഡ് സെക്ഷനും വളവും തിരിവും കൂടെ ആയതുകൊണ്ട് ഇവർക്ക് സ്പീഡ് എടുക്കാൻ ഒക്കില്ലല്ലോ. അത് വലിയ ട്രെയിലറും ട്രക്കും എല്ലാം ഉണ്ട്. നമ്മളങ്ങനെ സേലം കഴിഞ്ഞ് ഡിണ്ടിഗൽ റൂട്ട് കയറിയിട്ടുണ്ട്. റോഡിൽ നല്ല ട്രാഫിക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരേ ഗിയറിൽ ക്രൂസ് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് സിറ്റിക്കകമെന്തോമാണ് സേലം. നമ്മളങ്ങനെ ഫ്യൂവലൊക്കെ റീഫിൽ ചെയ്തു. ഈ ഭാരത് പെട്രോളിയത്തിൻ്റെ സ്പീഡുണ്ടായിരുന്നു ഇവിടെ, അപ്പം ഫ്യൂവൽ ഏതായാലും റീഫിൽ ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് കൂടെ ആവുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് നേരം നിന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 196 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് 2 മണിക്കൂർ 51 മിനിറ്റ് ബൈക്കിൽ. അപ്പോൾ പോവാം. തമിഴ്നാട് കയറുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചൂട് അനുഭവപ്പെടും. ഇപ്പോൾ ഓൾമോസ്റ്റ് സേലം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു ചൂടുണ്ട്. ടൈം 9 മണി കഴിഞ്ഞേ ഉള്ളൂ. എന്നുവെച്ചാൽ വണ്ടി ഓടുമ്പോൾ കുഴപ്പമില്ല, വണ്ടി നിർത്തുമ്പം ആ പെട്രോൾ അടിക്കാനൊക്കെ നിർത്തിയപ്പോൾ ചൂട് നല്ലോണം നമുക്ക് അറിയാൻ പറ്റും. ഓടുമ്പം ആ വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് ആ കാറ്റുള്ളതുകൊണ്ട് ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും. പക്ഷെ വൺസ് വണ്ടി നിർത്തി കഴിയുമ്പോൾ ചൂടറിയും. ഈ റൂട്ട് വരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇങ്ങനെ ടൗൺ പോലത്തെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം വരുമ്പോൾ സ്ലോ ചെയ്യണം. കാരണം ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറും, ക്രോസ് ചെയ്യും, നടന്ന് ക്രോസ് ചെയ്യും. ചിലരൊക്കെ ചുമ്മാ നോക്കാതെ ഒറ്റ ഓട്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. വല്ലാതെ നല്ല റോഡാണ്, വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം പാലക്കാട് കോയമ്പത്തൂർ റൂട്ടൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ തന്നെയാണ്.
നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിട്ട് ക്രൂസ് ചെയ്ത് പോകാം. പിന്നെ ക്രോസ് വിൻസ് ഉണ്ട് മിക്ക സ്ഥലത്തും. അതുകൊണ്ട് ഇങ്ങനെ മരമില്ലാത്ത ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ കാറ്റടിക്കും പെട്ടെന്ന്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 9:30 ചൂട് നല്ലോണം കൂടുന്നുണ്ട്, നമുക്ക് നല്ലോണം അറിയാം, നല്ല ചൂടാണ്. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇത്രയും ചൂടിതെങ്ങനെ ആൾക്കാർ സഹിക്കുമെന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ, ഹെൽമെറ്റ് ഒന്നും ഇടാതെ പോകുന്നു. പക്ഷേ ഈ ചൂട് എനിക്ക് അങ്ങനല്ല, ഈ ചൂടിന് മാത്രമല്ല, ഈ വെയിലടിക്കുന്നതിൻ്റെ ചൂടാണ്, നമുക്കത് അറിയാം. ഈ വെയിലടിക്കുന്ന ഭാഗത്താണ് ഈ ചൂട് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അപ്പം പിന്നെ ഇവർ ഡയറക്റ്റ് വെയിലിങ്ങനെ സ്കിന്നിലൊക്കെ അടിക്കുമ്പം അത്രയ്ക്കൊക്കെ ഹീറ്റ് റെസിസ്റ്റൻസ് ബോഡിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. സോ നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്, ഒന്ന് വെള്ളമൊക്കെ കുടിക്കാൻ. 9:30 ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം 1 hour അല്ലെങ്കിൽ 1.5 hour അല്ലെങ്കിൽ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇടവിട്ടാണ് വെള്ളം കുടിക്കാൻ നിർത്തുന്നത്. എന്നിട്ടൊരു 5 minute വെയിറ്റ് ചെയ്തിട്ടേ വണ്ടി എടുക്കാറുള്ളൂ. അതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 264 kilometer കവർ ചെയ്തു. 3.3 മണിക്കൂർ കൊണ്ട് 264 kilometer കവർ ചെയ്തു. അതവിടെ ബാംഗ്ലൂർ കുറച്ച് ടൈം എടുത്തു. എന്ന് വെച്ചാൽ ഹൊസൂർ ഇപ്പുറത്തെ റൂട്ടൊക്കെ ഇച്ചിരി ടൈം എടുത്തിട്ടാണ് വന്നത്. വണ്ടി നിർത്തുമ്പോൾ ചൂടാണ്. വെള്ളം കുടിക്കാൻ നിർത്തിയപ്പോഴത്തേനും പതുക്കെ വിയർക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ അപ്പോൾ തന്നെ 5 minute 10 minute നിന്നവിടെ. എന്നിട്ടാണ് പിന്നെ നമ്മൾ വണ്ടി എടുത്തത്. ഇത് അങ്ങോട്ട് നോക്കി, ടോളിന് നേരെ ഒരു വലിയ ഹില്ല്, ഫുള്ള് പാറയാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ഈ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല ചൂടുണ്ട്. നാട്ടിലെവിടെ? ഞാൻ ചെങ്ങന്നൂർ. ഈ ബാംഗ്ലൂർ. നല്ല ചൂടുണ്ടല്ലേ? ഏത് കുമളി തന്നെ റൂട്ടാണ് കയറുന്നത്? അതെ, ആ കുമളി റൂട്ട്. നല്ല പൊളി വ്യൂ ആണിത്, കണ്ടോ? നമ്മൾ ആ 2 സൈഡും ഇങ്ങനെ മലയും അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റൂട്ടും. നല്ല ചൂടുമുണ്ട്, ക്രോസ് വിൻസും ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ചൂടത്ര അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ നല്ല ക്രോസ് വിൻസ് അടിക്കും ചില സമയത്ത്. സോ നമ്മളിവിടുന്ന് ലെഫ്റ്റ് കയറുവാണ്. NH 44 ഇത്ര നേരം വന്നത്. ഇവിടുന്ന് NH 183 കയറാൻ പറയുന്നുണ്ട്. നോക്കാം. സോ ഇവിടുന്ന് റൈറ്റ് പറയുന്നുണ്ട്. അതാണ് കൊടൈക്കനാലിലോട്ടൊക്കെ പോകുന്ന റൂട്ട്. ഇവിടുത്തെ ചൂടാണ് സഹിക്കാനൊക്കാത്ത. വണ്ടി ഒന്ന് നിർത്തിയ അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആക്കുമ്പോൾ തൊട്ട് ചൂട് നമുക്ക് അടിച്ചു തുടങ്ങും. ഇത് 10:50 11 മണി ആവുന്നേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴും ചൂട് കാറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഗാർഡ് സെക്ഷൻ നോക്കിയേ, ആ സൈഡാണ് കൊടൈക്കനാലും. ഓക്കെ, ഐ മീൻ അത് കൊടൈക്കനാലാണെന്നല്ല, ആ സൈഡിലാണ്, ആ ഗാർഡ് സെക്ഷൻ്റെ അപ്പുറത്തൊക്കെ എന്തോ ആണ് കൊടൈക്കനാൽ. നമ്മളങ്ങനെ വീണ്ടും ഒരു സ്റ്റോപ്പ് എടുത്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് 375 kilometer നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
നല്ല പ്ലേസ് ആണ്, കണ്ടില്ലേ? എന്തും വേണ്ടി തെങ്ങൊക്കെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഇഷ്ടം പോലെ തെങ്ങ്. ഫുള്ള് തെങ്ങാണ്. നല്ല രസമുണ്ട് ഇത്രയും തെങ്ങൊക്കെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ. അപ്പുറത്തെ സൈഡ് ഫുള്ള് ഗാർഡ് സെക്ഷനും. നല്ല രസമുണ്ട് ഇതുവഴി പോകാൻ, കണ്ടില്ലേ? എന്ത് ഹൈറ്റുള്ളത് ഇല്ലാന്ന് ചോദിക്കും. നല്ല ഹൈറ്റ് ഉണ്ട് അതിന്. മരങ്ങളൊക്കെ ഇവിടെ നിന്ന് ഡിച്ചിലേ ഉള്ളൂ. നമ്മൾ ഡിണ്ടിഗൽ വരെ വരുന്ന സ്പീഡിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഒക്കില്ല. വേറെ ഒന്നും കണ്ടല്ലോ, ഒന്നാമത് തന്നെ കണ്ടില്ലേ, ചെറിയ റോഡാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ചാടും, കണ്ടോ? എല്ലാം ഓപ്പണാണ്. അപ്പോൾ എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വരും. അതൊരു നോട്ടം ഇല്ലാതൊക്കെ വരും. ആ മേളിൽ കണ്ടില്ലേ, ആ ഹില്ലിൽ മൊത്തം മേഘം തൊട്ട് നിൽക്കുന്ന പോലെ. ഈ റൂട്ട് നമുക്ക് മൂന്നാറും പോകാം, അതുപോലെ ഞാൻ പോകുന്ന പോലെ കുട്ടിക്കാനം, തേനി വഴി കുമളി വഴി കയറി കുട്ടിക്കാനം പോകാം. മൂന്നാർ പോകുന്ന റൂട്ടാണ്. അതുപോലെ കൊടൈക്കനാലിൽ നിന്ന് തിരിച്ചു വരുന്ന റൂട്ടാണ്. അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ്. പക്ഷെ നല്ല തണുപ്പുകളുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ചൂടില്ല, എന്നാലും നമുക്ക് ആ ചൂടറിയാം. വണ്ടി സ്ലോ ആകുമ്പോൾ എല്ലാം ചൂടറിയാം. വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും നിർത്താനും ഒക്കെ നോക്കുമ്പോൾ ചൂടറിയാം. നല്ല ഉഷ്ണമുണ്ട്. നമ്മളങ്ങനെ തേനി ടൗണിൽ കയറേണ്ട ആവശ്യം വന്നില്ല. അവിടുന്ന് ഒരു റൈറ്റ് കട്ട് ചെയ്യണമായിരുന്നു. ഇത് കുമളി റൂട്ടാണ്. എന്ത് രസമാണ് എനിക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ കൂട്ട് തന്നെ, പക്ഷേ ഇച്ചിരി കൂടെ കുറവാണ് ഇത്തവണ മൈലേജ് കിട്ടിയത്. നമ്മൾ കണ്ടിന്യൂസ് ക്രൂസിങ് ഒന്നും ചെയ്തില്ല. ഒന്നെങ്കിൽ നമ്മൾ പൊളിച്ചോടിക്കുമായിരുന്നു, അല്ലെങ്കിൽ ട്രാഫിക്ക് മറ്റേ എച്ച് ഗിയർ മാറി മാറി കളിക്കുമായിരുന്നു. അതുകൊണ്ട് വലിയ ഫ്യൂൽ എക്കണോമി ഇന്ന് കിട്ടിയിട്ടില്ല. ഇതിപ്പം തേർഡ് ടൈം. നമ്മൾ ആദ്യം ഒരു എന്താ പറയുക, ഒരു 3/4 കൂടുതൽ പെട്രോൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പം. ഓൾമോസ്റ്റ് 80% പെട്രോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഫുൾ ടാങ്ക് അടിച്ചു. അതിപ്പോൾ തീർന്ന് വീണ്ടും ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോഴത്തേനും, ഇത് തീരാറാകുമ്പോഴത്തേനും മുമ്പ് നമ്മൾ നാട്ടിൽ ചെല്ലും. ഈ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈവേയിലൊക്കെ നമുക്ക് പവർ പെട്രോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. എല്ലായിടത്തും ഒന്നും ഇല്ല. അല്ലെങ്കിൽ 95 കിട്ടാൻ ചില സമയത്ത് നമ്മൾ നോർമലൊക്കെ അടിക്കേണ്ടി വരും. ഇത്തവണ ഏതായാലും കയറിയിടത്ത് 2 കിട്ടി. പ്രീമിയം പെട്രോൾ കിട്ടിയായിരുന്നു. ഇത് ആ കാണുന്നത് മൂന്നാറാണ്. ആ ഗാർഡ് സെക്ഷൻ മൂന്നാറിലേക്കുള്ളതാണ്. നമ്മൾ ഈ റൂട്ടിൽ നിന്നാണ്, അവിടെ നിന്ന് റൈറ്റ് ഉണ്ടായിരുന്നു. ആ റൈറ്റ് തിരിഞ്ഞാൽ ചെല്ലുന്നത് മൂന്നാർ റൂട്ടാണ്. മൂന്നാർ രാജാക്കാടോ അങ്ങനെ എന്തോ ആണ് ആ റോഡിൻ്റെ സ്ഥലത്തിൻ്റെയൊക്കെ പേര്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ രാജാക്കാട് വഴി എന്തോ കയറി പൂപ്പാറ ചെല്ലുന്ന റോഡും കണ്ടാണത്. ഞങ്ങളന്ന് കൊടൈക്കനാലിൽ നിന്ന് വന്നപ്പോൾ ആ റൂട്ടായിരുന്നു വന്നത്.
നല്ല അടിപൊളി വഴിയാണിത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനും. രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ റോഡിലേക്ക് ചാഞ്ഞാണ്ടില്ലേ, നല്ല തണലും. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ ആയിരിക്കണം, ഒരു പ്രത്യേക തണുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. തേനി കഴിഞ്ഞ് പിന്നെ ഭയങ്കര പതുക്കെയാണ് പോകുന്നത്. കണ്ടില്ലേ, റോഡിൽ നല്ല തിരക്കാണ്. ഇങ്ങനെ തന്നെയാണ്, വലിയ വീതിയില്ല റോഡിന്. ഇടയ്ക്കിടയ്ക്കെല്ലാം അവർ ഹമ്പും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈം 12:44 ആയി. നമ്മൾ ഇതുവരെ 462 കിലോമീറ്റർ കഴിഞ്ഞ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കയറി ചെല്ലുന്ന സ്ഥലം നോക്കി, എന്തൊരു ലുക്കാന്ന് നോക്കി, ഒരു രക്ഷയില്ല. മാരക വ്യൂ. ഇപ്പൊ തണുപ്പടിച്ച് കിടക്കുന്നുണ്ട്. നോക്കിക്കേ, ആ മേഘം ഇങ്ങനെ തൊട്ട് തലോടി നിൽക്കുന്നതാണ്. ആ മലയുടെ മുകളിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം നമുക്ക്. കണ്ടോ, എത്ര കറക്റ്റ് ക്ലിയറായിട്ട് ഇത് കിട്ടുമെന്ന് അറിയില്ല ഗോപ്രോയിൽ. ആ ഭാഗത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നാട്ടിലോട്ട് വരുന്തോറും മഴയുടെ ഒരു ഇത് മൊത്തത്തിൽ അങ്ങ് ഇരുണ്ടു. ഫുള്ള് മഴക്കാറൊക്കെ ആയി മേളിൽ. ഈ റൂട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. ഇതുവഴിയാണ് മേഘമലയിലോട്ടൊക്കെ പോകുന്നത്. അതേ കണ്ടില്ല ആ വെള്ളച്ചാട്ടം, നല്ല രസമുണ്ട് അതിങ്ങനെ കാണാൻ. നൈസ് വൈബുള്ള റൂട്ടാണ്. ഈ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട് ഈ ഭാഗം കാണാൻ. അതിൻ്റെ കൂടെ ഒരു ഡാർക്ക് ഈ മഴക്കോറൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു മൊത്തത്തിൽ ഒരു ഇരുളിച്ചയും ആ ഒരു പച്ച നിറവും കണ്ടില്ലേ, ഒരു പ്രത്യേക ആംബിയൻസ് ഉണ്ട് ഇപ്പോൾ. നമ്മളങ്ങനെ 486 കിലോമീറ്റർ കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ അവിടം വരെ വരുന്ന പോലെ, തേനി വരെ വരുന്ന പോലെ അല്ല പിന്നെ അങ്ങോട്ട്, കാരണം നല്ല ടൈം എടുക്കും. അയ്യോ, നമ്മളങ്ങനെ ഗാർഡ് റോഡിലോട്ട് കയറാൻ പോവാണ്. ഇനി എനിക്ക് 126 കിലോമീറ്റർ ഉണ്ട്. കണ്ടില്ലേ, ആ 126 കിലോമീറ്റർ എനിക്ക് 3.5 മണിക്കൂറോളം കാണിക്കുന്നുണ്ട്. ഇവിടാണ് പെരിയാർ പവർ സ്റ്റേഷൻ ഉള്ളത്. നമ്മളിനി ഫോറസ്റ്റിനുള്ളിലേക്കാണ് പോകുന്നത്, ഫോറസ്റ്റ് ഗാർഡ് റോഡ്. അന്ന് വന്നപ്പോൾ ഇത് അത്ര നല്ല വഴിയല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഇടയ്ക്ക് കുറച്ച് കട്ടറൊക്കെ ഉണ്ടായിരുന്നു ഓർക്കാപ്പുറത്ത്. പിന്നെ അന്ന് ഞാൻ തിരിച്ചു പോയത് ശബരിമല സീസണിൻ്റെ ടൈമിലാണ്. മഴ പൊടിയുന്നുണ്ടെന്ന് തോന്നുന്നു നൈസായിട്ട്. കോട്ടിടണം. ബാംഗ്ലൂർ എനിക്കിപ്പോഴും ഹൊസൂർ കഴിഞ്ഞ പിന്നെ ഇപ്പോഴാണ് നമ്മൾ മഴയുടെ ഒരു ഇത് അറിയുന്നത്. അതുവരെ നല്ല വെയിലും ചൂടുമായിരുന്നു. അതങ്ങനെയാണ്, തമിഴ്നാട്ടിൽ ആ ഒരു കാലാവസ്ഥയാണ്. ഇവിടെ വന്നപ്പോൾ വീണ്ടും മഴ പൊടിയാൻ തുടങ്ങി. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ പൊടി ചാറ്റൽ മഴ. എനിക്കൊന്ന് ഈ മരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത് മഴയുടെ അത്ര. എനിക്കൊന്ന് ഇച്ചിരി നല്ല ശക്തിക്ക് പെയ്യുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ ചെവിയൊക്കെ ചെറുതായിട്ട് അടയ്ക്കുന്നുണ്ട് കയറ്റം കയറുന്നതോറും. ഈ കാറുകൾ ഒരുപാട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് കയറി പോകാൻ പറ്റില്ല. നമ്മൾ പതുക്കെയാണ് പോകുന്നത്. ആ ബസ്സിൻ്റെ പുറകില്ല ഈ കാറെല്ലാം പോകുന്നത്. ബസ് പതുക്കെ പോകത്തുള്ളൂ. നമ്മളങ്ങനെ കുമളിയിലോട്ട് എൻട്രി ആവുകയാണ്. ഇവിടെ ഏതായാലും ഒന്ന് ഒതുക്കണം.
മഴ ചാറുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തു നിന്ന് ഇറങ്ങി എരുമേലൂർ റൂട്ട് പിടിച്ചു. കുറച്ച് നല്ല ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് നേരത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ. എന്നാലും വണ്ടി നിർത്തി കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ചെറിയ ചാറ്റമഴയൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല കോടയും. കുറേ സ്ഥലത്തൊന്നും ഒന്നും കാണുന്നില്ലായിരുന്നു റോഡിൽ. ഞാൻ ഈ ക്യാമറ എല്ലാം എടുത്ത് അകത്ത് വെച്ചായിരുന്നു. നല്ല വൈബായിരുന്നു കുട്ടിക്കാനം. ആക്ച്വലി ചെറിയൊരു ചാറ്റമഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കുട്ടിക്കാനം. ഈ ബ്രോയും ബാംഗ്ലൂരുള്ള ഞങ്ങൾ 1-2 തവണ ഇടയ്ക്ക് വെച്ച് മീറ്റ് ചെയ്തു. ഞാൻ നിർത്തുമ്പോൾ പുള്ളി ഇങ്ങനെ വന്ന് നിർത്തും, അല്ലെങ്കിൽ പുള്ളി നിർത്തുമ്പോൾ ഞാൻ കൂടെ വന്ന് നിർത്തും. അങ്ങനെയായിരുന്നു. പുള്ളി എന്നെക്കാൾ മുമ്പേ ഇറങ്ങി. N160 നമ്മൾ വരുന്ന വഴി കുറേ പേരുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവർ കുറേ പേരുണ്ടായിരുന്നു. ട്രിവാൻഡ്രംകാരുണ്ടായിരുന്നു, കൊട്ടാരക്കരക്കാരുണ്ടായിരുന്നു. ഈ ബ്രോ പന്തളമാണ്, അതുപോലെ പത്തനംതിട്ട ഉണ്ട്. കാരണം ആ സൈഡൊക്കെ പോകുന്നവരാണ് നമ്മൾ ഈ റൂട്ട് വരുന്നത്, കമ്പന്തേനി. കാരണം അതിനപ്പുറം ഈ കൊച്ചി തൊട്ട് അങ്ങോട്ടൊക്കെ ഉള്ളവരൊക്കെ കൂടുതലും പാലക്കാട് കോയമ്പത്തൂർ റൂട്ടേ പിടിക്കത്തുള്ളൂ. കാരണം ഇത് അവർക്കൊക്കെ ഇറക്കമാണ്. നമുക്ക് ഇത് വലിയ കുഴപ്പമില്ല. കാരണം മറ്റിടത്ത് ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് നമുക്കിതാണ് പെട്ടെന്ന് എത്തുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ ഇടത്ത് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് പോലും 4 മണിയായപ്പോഴത്തേനും നമ്മൾ എരുമേലി റൂട്ട് കയറി. 5:30 ഇറങ്ങിയതല്ലേ. ഇത് എരുമേലി റൂട്ടാണ്. ഞാൻ പറഞ്ഞല്ലേ നല്ല ഒരു ഫോറസ്റ്റ് വൈബുള്ള റൂട്ടാണ്. ആക്ച്വലി ടൈം ഇപ്പം 4:25 ആയതേ ഉള്ളൂ. പിന്നെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഇരുട്ട്. നല്ല റൂട്ടാണ് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ. ചുമ്മാ നമുക്ക് മടുക്കില്ല വണ്ടി ഓടിക്കുന്നത്. സോ നമ്മൾ വീട്ടിലേക്ക് എത്താറായി. ചെങ്ങന്നൂർ ആവുന്നുണ്ട്. കുഴപ്പമില്ലാത്ത യാത്രയായിരുന്നു. ഇപ്പോൾ 5 മണിയായി. വലിയ ക്ഷീണമൊന്നുമില്ല. കുറേ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാനം കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ വണ്ടിയൊന്നും നിർത്തുകയില്ല. ആകെ നമ്മൾ റെയിൻകോട്ട് വരാൻ വേണ്ടി മാത്രം നിർത്തി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ട്രിപ്പ് നോക്കുമ്പം ടോട്ടൽ നമ്മൾ 611.9, ഏകദേശം 612 കിലോമീറ്റർ കവർ ചെയ്തു. ടൈം എടുത്തത് 8 മണിക്കൂർ 57 മിനിറ്റ്. അത് ഇതിൻ്റെയാണ് കേട്ടോ, ബൈക്ക് ഓടിച്ച ടൈമാണ്.
പിന്നെ ആവറേജ് മൈലേജ് 26 കിട്ടിയുള്ളൂ. അങ്ങനെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.